തിരികെ വാർത്തയിലേക്ക്. മലപ്പുറം പൊന്നാനിയിൽ ചേരിതിരിഞ്ഞേറ്റുമുട്ടി CPM പ്രവർത്തകർ. പൊന്നാനി എരമംഗലത്തെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിനുള്ളിലെ ഡിവൈഎഫ്ഐ ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ അടിച്ചു തകർത്തു. എരമംഗലം മൂക്കുതല ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. വെളിയങ്കോട്ടെ CPM പ്രവർത്തകരാണ് സംഘർഷമുണ്ടാക്കിയതെന്ന് എരമംഗലത്തെ CPM പ്രവർത്തകർ പറയുന്നു. വിശദാംശങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഇവിടെ രണ്ട് പ്രദേശത്തെ സഖാക്കൾ തന്നെ തമ്മിലെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതല്ലേ? തീർച്ചയായും KP, ഈ മലപ്പുറത്ത് ലീഗിന്റെ ആധിപത്യമുള്ള കോൺഗ്രസ് തൂത്തുവാരിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ LDFിനൊപ്പം നിന്ന ഒരേ ഒരു നഗരസഭ അത് പൊന്നാനിയായിരുന്നു. ആ പൊന്നാനിയിലാണ് CPMനകത്ത് തന്നെ വലിയ രീതിയിലുള്ള തമ്മിൽ തല്ല് ഉണ്ടായിരിക്കുന്നത്. ഈ പൊന്നാനി എരമംഗലത്തെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിനുള്ളിലെ ഡിവൈഎഫ്ഐ ഓഫീസാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ അടിച്ചു തകർത്തത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഓഫീസിലുണ്ടായിരുന്ന മൊബൈൽ ഫോണ്, TV ഉൾപ്പെടെ ഓഫീസിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അത് മുഴുവൻ അടിച്ചു തകർത്തിട്ടുണ്ട്. എരമംഗലം മുതുക്കല ഉത്സവത്തിനിടെ ഈ CPMും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഒക്കെ തന്നെ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സ്വന്തം ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് എത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലും പുറത്ത് വരികയുണ്ടായിട്ടുണ്ട്. വെളിയങ്കോട്ടെ CPM പ്രവർത്തകരാണ് സംഘർഷം ഉണ്ടാക്കിയതെന്നാണ് എരമംഗലത്തെ CPM പ്രവർത്തകർ പറയുന്നത്. അതായത് പരസ്പരം പഴിചാരുന്ന രീതിയിലേക്ക് CPM കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പൊന്നാനി CPMന് ആധിപത്യമുള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ CPMനകത്ത് നിന്ന് തന്നെ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ തങ്ങൾക്കൊപ്പം നിന്ന പൊന്നാനിയിൽ നിന്ന് പോലും വലിയ രീതിയിൽ അകത്ത് നിന്ന് തന്നെ പടലപ്പടക്കവും തർക്കവും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് CPM നേതൃത്വം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. CPMന്റെ ഓഫീസിനകത്ത് പ്രവർത്തിച്ചിരുന്ന ഡിവൈഎഫ്ഐ ഓഫീസ് പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ തല്ലി തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഈ സംഭവം മലപ്പുറം ജില്ലയിലെ CPMന് വലിയ തലവേദന ഉണ്ടാക്കുകയാണ്. ഈ നേതാക്കൾ ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തമ്മിലുള്ള പടലപ്രസവുമായി തല്ലുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞ പോക്ക് CPMനകത്ത് നിന്ന് പൊന്നാനിയിൽ ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം നടത്തുന്നത്. KP, യെസ്, അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകിയത്.